നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് IDBI ബാങ്കിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. 920ഓളം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഓൾ ഇന്ത്യ ബേസിസിൽ നിലവിൽ IDBI ബാങ്ക് നടത്തുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലും നിരവധി ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കേരളത്തിൽ എക്സാം സെൻറ്ററുകളുമുണ്ട്. എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടത്തുവാൻ പോകുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്, ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയേണ്ട സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് പരിശോധിക്കാം. നമുക്കിവിടെ കാണാം റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ എക്സിക്യൂട്ടീവ് ഓൺ കോൺട്രാക്ട് 2021-22 എന്നിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്കുമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് പരിശോധിക്കാം. എന്നതിന് ശേഷം ഓൺലൈൻ വഴി എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ ഈ ഒരു ഡൗൺലോഡ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. ഓഗസ്റ്റ് 18 അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യോഗ്യരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഓഗസ്റ്റ് 18 മുന്നേ തന്നെ ഓൺലൈൻ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് മുതൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി തൊട്ട് താഴെ വാക്കൻസി ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എല്ലാം ഒരു ടേബിൾ ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്നും കാണുവാൻ കഴിയും. 920 ഒഴിവുകളിലേക്കുള്ള നമ്പർ ഓഫ് പോസ്റ്റിൻ്റെ അവിടെ നമുക്കിവിടെ കാണാം. 920 ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ മിനിമം 55% മാർക്കോടെങ്കിലും നേടിയെടുത്ത ഡിഗ്രിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത. SC ST PWD കാൻഡിഡേറ്റ്സിന് 50% മാർക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ മിനിമം 55% മാർക്കോട് കൂടി ഡിഗ്രി പാസ്സായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിഗ്രി പാസ്സായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. ഏജ് ലിമിറ്റ് 1/7/2021 ഏജ് ലിമിറ്റ് കണക്കാക്കുക. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും ഈ ഒരു ജൂലൈ 1 ഈ ഒരു ക്വാളിഫിക്കേഷനും കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ജൂലൈ 1 മുൻപേ ഈ ഒരു ഡിഗ്രി 55% മാർക്കോട് കൂടി ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. സെപ്റ്റംബർ 5, 2021 ഓൺലൈൻ ടെസ്റ്റ് ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഓരോ കാറ്റഗറി വൈസ് എത്രത്തോളം ഒഴിവുകളുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ നിന്നും പരിശോധിക്കാവുന്നതാണ്. ഇനി ഈ ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കോൺട്രാക്ട് ബേസിസിലായിരിക്കും ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഇനീഷ്യലായിട്ട് ഒരു വർഷത്തേക്കായിരിക്കും നിങ്ങളെ കോൺട്രാക്ട് ബേസിസിൽ അവർ സെലക്ട് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ആ ഒരു കോൺട്രാക്ട് പീരീഡ് 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിക്കുക. അത്തരത്തിൽ 3 വർഷത്തെ ആ ഒരു കോൺട്രാക്ച്വൽ പീരീഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് A പോസ്റ്റുകളിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. നിങ്ങൾ അപ്പോൾ അത്തരത്തിൽ ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത നിങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കും. പിന്നീട് IDBI നടത്തുന്ന ടെസ്റ്റ് വഴി ഒരു ടെസ്റ്റ് അവർ നടത്തുന്നതായിരിക്കും. ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കും. അത്തരത്തിൽ 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് A പോസ്റ്റിലേക്ക് സ്ഥിരം ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു ജോബിന്റെ ഘടന കിടക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾക്ക് 3 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് പീരീഡ് ആയിരിക്കും. അതിൽ ആദ്യത്തെ വർഷം ഒരു വർഷം നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയതിന് ശേഷം പിന്നീടായിരിക്കും 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ 3 വർഷം കംപ്ലീറ്റ് ചെയ്താലാണ് പിന്നീട് നിങ്ങൾക്ക് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് A പോസ്റ്റുകളിലേക്കെല്ലാം പിന്നീട് അവർ നടത്തുന്ന സെലക്ഷൻ പ്രോസസ്സിലൂടെ എത്തിച്ചേരാൻ കഴിയുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബാങ്കിങ് ജോലി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ അപേക്ഷിക്കുക. ഇനി ഈ ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം 29,000 രൂപയായിരിക്കും നിങ്ങൾക്ക് പ്രതിമാസം ലഭിക്കുക. രണ്ടാമത്തെ വർഷം 31,000 രൂപയായിരിക്കും നിങ്ങൾക്ക് പ്രതിമാസം ലഭിക്കുക. മൂന്നാമത്തെ വർഷം 34,000 രൂപയായിരിക്കും നിങ്ങൾക്ക് പ്രതിമാസം ലഭിക്കുന്ന സാലറി എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും പിന്നെ PWBD അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് 10 വർഷം 5 വർഷം തുടങ്ങിയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ ടേബിൾ ആയിട്ട് ഇവിടെ നൽകിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി അപേക്ഷാ ഫീസിന്റെ കാര്യമാണ് തൊട്ട് താഴെ നൽകിയിരിക്കുന്നത്. അപേക്ഷാ ഫീസും 18/8/2021 മുന്നേ തന്നെ നിങ്ങൾ അടയ്ക്കണം. SC ST PWD കാൻഡിഡേറ്റ്സിന് 200 രൂപ മാത്രമാണ് അപേക്ഷാ ഫീസായിട്ട് വരിക. എന്നാൽ ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 1000 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അപേക്ഷാ ഫീസിന്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് അടയ്ക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ എക്സാം വഴിയായിരിക്കും എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷൻ നടത്തുക.
ഓൺലൈൻ എക്സാമിനേഷൻ്റെ സിലബസ് ഈ പറയുന്ന സ്ട്രക്ചറിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ 9ാമത്തെ പേജിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്കിവിടെ കാണാം ടെസ്റ്റ് ഓഫ് റീസണിങ് 50 ക്വസ്റ്റ്യൻസ്, ഓരോ മാർക്ക് വീതമുള്ള 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് വർക്കിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും ടെസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 50 മാർക്കിൻ്റെ ഓരോ മാർക്ക് വീതമുള്ള 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ 90 മിനിറ്റിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും, 150 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ 9ാമത്തെ പേജിൽ നിന്നും വായിച്ച് നോക്കാവുന്നതാണ്. ഇംഗ്ലീഷിലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹിന്ദിയിലായിരിക്കും. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നിലവിൽ സെപ്റ്റംബർ 5 ഈ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ നടത്തുവാൻ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് വഴി അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ IDBIയുടെ വെബ്സൈറ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക. അതായത് ഓഗസ്റ്റ് 27 മുതൽ നിങ്ങൾ IDBI ബാങ്കിൻ്റെ വെബ്സൈറ്റ് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കാരണം ഈ ഒരു സമയത്തായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ്റെ കോൾ ലെറ്റർ അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ ഹാൾ ടിക്കറ്റ് വരിക. ആ ഒരു സമയത്ത് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കൈവശം ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം സ്കാൻ ചെയ്ത കോപ്പികൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതിൽ ആദ്യത്തേത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫാണ്. 4.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 3.5 സെൻറ്റിമീറ്റർ ആണ് സൈസ് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ്, റീസെൻറ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് വൈറ്റ് പോലെയുള്ള ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ട്, വൈറ്റ് ഒക്കെ ആണെങ്കിൽ നന്നായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത നിങ്ങളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഫയലിൻ്റെ ഡയമെൻഷൻ 200x230 പിക്സൽസ് ആയിരിക്കണം. മാത്രമല്ല അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 KB മുതൽ 50 KB വരെ ആയിരിക്കണം. 50 KBക്ക് മുകളിൽ സൈസുള്ള ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഈ പറയുന്ന സൈസിലുള്ള നിങ്ങളുടെ സ്കാൻ ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കോപ്പി നിങ്ങൾ റെഡിയാക്കി വയ്ക്കുക. അതിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾ റെഡിയാക്കി വയ്ക്കുക. പിന്നീട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, പിന്നെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇമേജ് ഒക്കെയാണ്. അപ്പോൾ അതിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ചാണ് നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ ഇടേണ്ടത്. അതിൻ്റെ ഡയമെൻഷൻ 140x60 പിക്സൽസ് ആയിരിക്കണം. അതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 20 KB ആണ്. 10 KB മുതൽ 20 KB വരെ സൈസുള്ള സിഗ്നേച്ചർ ഫയലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് ഇത്തരത്തിൽ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് നിങ്ങളിട്ട നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. 20 KBക്ക് മുകളിൽ സൈസ് ഉണ്ടായിരിക്കരുത് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ്റെ ഫയലാണ് നിങ്ങൾ മൂന്നാമതായിട്ട് റെഡിയാക്കേണ്ടത്. അതായത് അതും വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പിൻ്റെ ഇംപ്രഷനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇടത് തള്ളവിരലിൻ്റെ ഇംപ്രഷൻ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് ഉപയോഗിച്ച് നിങ്ങൾ എടുക്കുക. എന്നതിന് ശേഷം അതും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ എല്ലാം JPEG ഫോർമാറ്റിലുള്ള ഫയലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് മാക്സിമം 50 KB ആണ് അതിൻ്റെ സൈസ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫയൽ സൈസിലുള്ള ഡോക്യുമെന്റ് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പിന്നീട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണ്. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണ്. അത് നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ എഴുതി തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി തയ്യാറാക്കേണ്ട ആ ഒരു ഡിക്ലറേഷൻ ഇതാണ്. അതായത് നിങ്ങൾക്കിവിടെ കാണാം, ഈ ഒരു 3 ലൈൻ ടെക്സ്റ്റ് ആണ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ വൈറ്റ് പേപ്പറിൽ നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് വൈറ്റ് പേപ്പറിൽ വേണം നിങ്ങൾ ഇത് എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. I എന്നതിന് ശേഷം നിങ്ങളുടെ പേര് എഴുതുക. പിന്നീട് ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദി ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ്, ട്രൂ ആൻഡ് വാലിഡ്. I will present the supporting documents as and when required എന്ന് പറയുന്ന ഈ ഒരു 3 വരി നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ ഇതേപോലെ തന്നെ എഴുതുക. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതരുത് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ എഴുതി തയ്യാറാക്കിയ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് എഴുതി തയ്യാറാക്കിയ ഫയലിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ്റെ മാക്സിമം സൈസ് 100 KBക്ക് താഴെ ആയിരിക്കണം. 50 KB മുതൽ 100 KB വരെ ആയിരിക്കണം അതിൻ്റെ സൈസ്. അതിനുള്ളിലായിരിക്കണം അതിൻ്റെ സൈസ് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 4 സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഫയൽ സൈസുകളിലുള്ള നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ എന്നിവയാണ് ആവശ്യം. അപ്പോൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വയ്ക്കുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുക. ഇനി കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്ററുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലായിട്ടാണ് ഈ പറയുന്ന എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള എക്സാം സെൻറ്ററുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത്, ഓൺലൈൻ അപേക്ഷ ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ കണ്ട ഈ ഒരു പേജിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ സെക്ഷൻ അഡ്വർടൈസ്മെന്റ് ആണ്, രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. അതിന് താഴെ നോ മോർ എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത്തരത്തിൽ പുതിയൊരു പേജിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ ഒരു പേജിൽ നിന്നുമാണ് നിങ്ങൾ ഓൺലൈൻ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. IBPS വെബ്സൈറ്റിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് IBPS വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ കഴിയുകയില്ല. ഇത്തരത്തിൽ ഈ ഒരു പേജിൽ വന്നതിന് ശേഷം IDBAയുടെ ഈ ഒരു കരിയർ പേജിൽ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ കാണുന്ന നോ മോർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു പേജിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും പരിശോധിക്കാം, അതുപോലെ തന്നെ ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്യാനും സാധിക്കും. രണ്ട് ലിങ്കുകളും ഈ ഒരു പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. പിന്നീട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും മുകളിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിൽ പുതിയൊരു പേജിലേക്ക് എത്തിച്ചേരും. അതിൽ ആദ്യത്തെ സെക്ഷൻ IBPS ഇതുവരെ അപ്ലൈ ചെയ്ത സുഹൃത്തുക്കൾക്ക് പരിചിതമായിരിക്കും ഈ ഒരു വെബ്സൈറ്റ്. ഇനി ഈ ഒരു വെബ്സൈറ്റിൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ കൂടി നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ഓൺലൈൻ ഫോമിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നൽകുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡോക്യുമെന്റ്സ്, സ്കാൻ ചെയ്ത ഡോക്യുമെന്റ്സ്, കറക്റ്റ് സൈസിലുള്ള ഫയൽ സൈസിലുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ റെഡിയാക്കി വെക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഓൺലൈൻ പേയ്മെന്റിന് വേണ്ട ഡീറ്റെയിൽസ്, ഇപ്പോൾ ഡെബിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ ഡെബിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈവശം എടുത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷാ ഫീസും ഈ ഒരു ഓൺലൈൻ ഫോമിനോടൊപ്പം ഈ ഒരു ഓൺലൈൻ ഫോമിന്റെ അവസാന സെക്ഷനിൽ നിങ്ങൾക്ക് പേയ്മെന്റും നടത്താവുന്നതാണ് ഓൺലൈൻ വഴി. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നിങ്ങളുടെ ബേസിക് കാര്യങ്ങളാണ് ചോദിക്കുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്നിവയൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും കറക്റ്റായിട്ട് തന്നെ നൽകാൻ ശ്രമിക്കുക. അതിൽ തെറ്റ് വരുത്തരുത്. താഴത്ത് കാണുന്ന സെക്യൂരിറ്റി കോഡും ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ്, ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്കാണ് പോവുക. അടുത്ത പേജിലാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നീട് മൂന്നാമത്തെ പേജിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് വരിക. ഓരോ പേജിലെയും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ താഴെ കാണുന്ന സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നീട് ഡീറ്റെയിൽസിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു പ്രിവ്യൂ സെക്ഷനാണ് നിങ്ങൾക്ക് വരിക. പിന്നീട് അപ്ലോഡ് സെക്ഷൻ വരും. അപ്ലോഡ് സെക്ഷനിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിക്ലറേഷൻ, നിങ്ങളുടെ സിഗ്നേച്ചർ തുടങ്ങിയിട്ടുള്ള സ്കാൻ ചെയ്ത ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഇതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പേയ്മെന്റ് ഓപ്ഷൻ വരിക. ആ ഒരു പേയ്മെന്റ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. അതുകൂടി പേയ്മെന്റ് കൂടി നടത്തിയതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരത്തിൽ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു പേജിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കൊരു പാസ്വേഡും ലഭിക്കും. ആ ഒരു പാസ്വേഡ് അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ നൽകാം. എന്നതിന് ശേഷം സെക്യൂരിറ്റി കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ അപേക്ഷ ഒരിക്കൽ കൂടി പരിശോധിച്ച് നോക്കുവാൻ കഴിയും. അതായത് ഇപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അവസാന തീയതിക്ക് മുൻപ് ആ ഒരു ഓൺലൈൻ പേയ്മെന്റ് നടത്തിയാലും മതി. അപ്പോൾ ഈ ഒരു അപേക്ഷ കറക്റ്റായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗൗട്ട് ആയി കഴിഞ്ഞാലും പിന്നീട് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ്, അതുപോലെ തന്നെ ഈ ഒരു സെക്യൂരിറ്റി കോഡ് എല്ലാം നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ നിന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അവസാന തീയതിയായ 18/8/2021 മുൻപേ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റും അതിന് മുൻപേ നടത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതിയും പേയ്മെന്റ് നടത്തേണ്ട അവസാന തീയതിയും 18/8/2021. അപ്പോൾ എന്തായാലും 1000 രൂപയാണ് ജനറൽ OBC കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് വരുന്നത്. SC ST PWD കാൻഡിഡേറ്റ്സിന് 200 രൂപയായിരിക്കും അപേക്ഷാ ഫീസ് എന്നുള്ള കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു അപേക്ഷാ ഫീസ് കൂടി നിങ്ങൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് ഉള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ബാങ്കിങ് ജോലി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. IDBI ബാങ്കിലേക്ക് 920ഓളം എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. നിങ്ങൾ 3 വർഷം ആ ഒരു കോൺട്രാക്ട് പീരീഡ് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ലഭിക്കാനും സ്ഥിരം ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്കും ഉള്ള ഈ ഒരു പേജിന്റെ ലിങ്ക് തന്നെ, ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പരിശോധിക്കുകയും പിന്നീട് ഓൺലൈൻ വഴി അപേക്ഷിക്കുകയും ചെയ്യാം. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.